ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ക്രേവിങ്സ് വന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാട്ടോ. കുറേ ആയിട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റാട്ടോ. ലാസ്റ്റ് ഞാനും ഉണ്ടാക്കി, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അതിന് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. 2 ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഏകദേശമൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ആട്ടോ വേണ്ടത്. ഞാൻ ഇവിടെ 2 അച്ച് ശർക്കര പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. ശർക്കര പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഇതിലിട്ടിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. ഒരു നുള്ളു മതി, കൂടി പോവരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാൻ 3/4 കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ച് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കി കൊണ്ടുവരണം കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് ചുക്ക് പൊടിയും 2 ഏലക്കായ ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിങ്ങനെ കുറുകി വരണം. നല്ല തിക്കായിട്ട് ഈ ഒരു പരുവായി വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ആർഭാടത്തിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബദാമും കാഷ്യൂസും അത് നിർബന്ധമില്ല. അപ്പോൾ ഇത് ഏകദേശം എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പഴനുറുക്കാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. കഴിച്ചവർക്ക് അറിയാമായിരിക്കുമല്ലേ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ പഴനുറുക്കാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പപ്പടത്തിൻ്റെ കൂടെ പല കോമ്പിനേഷനും ഇതുവഴി ട്രൈ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്ന കോംബോ ഐസ്ക്രീമാണ്. ഐസ്ക്രീമിൻ്റെ കൂടെ ഈ ഒരു കോംബോ അടിപൊളിയാണ്. അപ്പോൾ സ്വീറ്റ് ലവേഴ്സിനൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഈ ഒരു കോംബോ. ഞാനിവിടെ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വീണ്ടും അതിൻ്റെ ആ ഒരു സിറപ്പ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനങ്ങ് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പ്രത്യേകം അത് കടിക്കുമ്പോഴും ഒക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നല്ല ക്രീമി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. അടിപൊളിയാണ്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.